വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. അതായത് പാകിസ്ഥാനിൽ അസീം മുനീറിന് ഫുൾ പവർ ലഭിക്കുകയാണ്. അസീം മുനീറിന് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഷരീഫിനെ ഒരു സൈഡിലോട്ട് നീക്കി നിർത്തിയിട്ട് അസീം മുനീറിന് ഫുൾ പവർ കിട്ടുകയാണ്. ഇപ്പോ പാകിസ്ഥാനിലെ ജനങ്ങൾ ആണ് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിലെ സുഡാപ്പി കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഇവിടെ മുസ്ലിങ്ങൾ മരിച്ചാലും സ്ത്രീകൾ, അതിൽ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും ഉണ്ട് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ. അപ്പൊ ഇവർക്ക് പാകിസ്ഥാനെ വലിയ ഇഷ്ടമാണ്. അപ്പൊ പാകിസ്ഥാനിൽ അവിടെയുള്ള ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും നിരന്തരം മരിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ബിജോർ, ലാറബന്ദ, ഷാഗി, കോസർ, ജന്നത് ഷാ, ഗലോഖാസ്, ഗുരോ അതിന്റെ പരിസര പ്രദേശങ്ങളും ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ബജൌർ, തഹ്സിൽ എന്നിവിടങ്ങളിലെ നിരവധി പ്രദേശങ്ങളിലും ഈ പാകിസ്ഥാൻ വലിയ ഷെല്ലാക്രമണം എന്ന് പറഞ്ഞാൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ഗ്രാമങ്ങളിലെ എല്ലാ ആൾക്കാരും തെരുവിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോ മരണം മാത്രമേ മുന്നിലുള്ളൂ. അപ്പൊ മരിക്കാൻ ഉറച്ചവന്റെ മുന്നിൽ എന്താ പറയുക, ഒന്നുമില്ല. പിന്നീട് തെരുവിലേക്ക് ഇവരെല്ലാം ഇറങ്ങി വലിയ പ്രതിഷേധം, ദേശീയപാതയും മറ്റുമൊക്കെ ഉപരോധിച്ച് സമ്പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ പല ഭാഗങ്ങളിലും പോയിട്ട് എന്നിട്ട് അവർ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അട്രോസിറ്റീസ്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ അതിക്രമങ്ങൾ, അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പക്ഷേ അവര് പറയുന്ന ചില കാര്യങ്ങൾ, ലോകത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിൽ പോലും സ്വന്തം ജനങ്ങൾക്കെതിരെ അവർ നടപടിയെടുക്കില്ല. ഉദാഹരണത്തിന് ഇന്ത്യയെ നോക്കൂ. ഇന്ത്യക്കകത്തുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള നക്സലുകളും ഇവിടെയുള്ള മറ്റാൾക്കാരും. നക്സലുകൾക്കെതിരെ നമ്മുടെ സൈന്യം എന്ത് നടപടിയാണ് എടുക്കുന്നത്? അവരെ പുനരധിവസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരിങ്ങോട്ട് വെടിവെക്കുമ്പോഴാണ്, സൈന്യത്തെ കൊല്ലുമ്പോഴാണ് സൈന്യം തിരിച്ച് പ്രതിരോധത്തിനായിട്ട് അങ്ങോട്ട് ആക്രമിക്കുന്നത്. അപ്പോഴാണ് നക്സലുകൾ കൊല്ലപ്പെടുന്നത്. അല്ലാതെ സൈന്യം ഒരിക്കലും ചുമ്മാ ഇരിക്കുന്ന നക്സലുകളെ പോയി വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമില്ല. പോരാത്തതിന് നക്സലുകൾക്ക് പുനരധിവസിക്കാനും, നക്സലുകളെ അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് സാമൂഹിക നീതി, അവർക്ക് കൃത്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും കൊടുക്കാനുള്ള ഫുൾ പാക്കേജ് ആണ് നമ്മുടെ അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ വരെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാൻ സ്ഥിതി വ്യത്യസ്തമാണ്. പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ ഇവരെ നിരന്തരം കൊന്നൊടുക്കുകയാണ്. ഈ ജമ്മു കാശ്മീരിൽ കൊന്നൊടുക്കുന്നു, ഖൈബർ പഖ്തൂണിൽ കൊന്നൊടുക്കുന്നു, ബലൂചിസ്ഥാനിൽ കൊന്നൊടുക്കുന്നു, സിന്ധിൽ കൊന്നൊടുക്കുന്നു. അങ്ങനെ സകല ആൾക്കാർ. ഇപ്പം ഇയാൾ കൂടെ കയറിയത് കൊണ്ട് തന്നെ, ഈ അസീം മുനീർ കുറച്ച് കയറിയത് കൊണ്ട് തന്നെ ഇതിന്റെ തോത് കൂടുകയാണ്. അത് ജനങ്ങളെല്ലാം ഭയത്തിലാണ്. അപ്പൊ എന്തായാലും സ്വന്തം പൗരന്മാർക്കെതിരെ ഷെല്ലാക്രമണം നടത്തുന്നു. ഈ ക്രൂരമായ നടപടിയിൽ പ്രതിഷേധിച്ച് സാഹിബ് സാദ ഫാറൂൺ ഉൽ റഷീദിന്റെ നേതൃത്വത്തിലുള്ള ബജൌർ അമാൻ ജിർഗയിലെ പ്രവർത്തകർ മണിക്കൂറുകളോളം ദേശീയപാത ഉപരോധിച്ചു. പോരാത്തതിന് പാകിസ്ഥാൻ സൈന്യം നിരവധി ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയപ്പോൾ ആളുകൾ പരിഭ്രാന്തരായി കഴിഞ്ഞ ദിവസം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വലിയ പർവ്വത ശിഖരങ്ങളുടെ മറവിൽ ഒളിച്ചു. ആ ജനത്തിന്റെ ഒരു എന്താ പറയാ, ആ ജനത്തിന്റെ ഒരു ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ചു. പർവ്വത ശിഖരങ്ങളിൽ സ്വന്തം നാട് വിട്ട് അവർ പോയി ഒളിക്കുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾക്കാരിൽ ഒരു വിഭാഗം പാകിസ്ഥാനിലെ ജനങ്ങളാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അവരെ അടിച്ചോട്ടിക്കുകയാണ് അതിനകത്തുള്ള ഗവൺമെന്റ് തന്നെ. അവർക്ക് കിടക്കാനും ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്കിപ്പോ വീട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ട് മാറി. പാകിസ്ഥാനിലെ ആട്ടയുടെ വിലയൊക്കെ നമുക്കറിയാം, 2500 രൂപയൊക്കെയാണ്. ഈ ഗ്രാമങ്ങളിലെ പള്ളികൾ നിലംപരിശാക്കപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും പരിഭ്രാന്തരായി ചിതറിയൊടി എന്നാണ് പറയുന്നത്. ഇവിടെയും വരുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും. പിന്നെ ഇമ്രാൻഖാന്റെ പാർട്ടി തെഹ്രീക്കെ ഇൻസാഫ്, ഖലീൽ ഉൽ റഹ്മാൻ, അതിന്റെ നേതാവായിട്ടുള്ള ANP നേതാവായിട്ടുള്ള ഷാ നാസിർ ഖാൻ, സയ്യിദ് സാബിൽ അക്ബർ ജാൻ എന്നിവർ ആക്രമണങ്ങളെ അപലപിക്കുകയും ഇത് തദ്ദേശ ജനങ്ങളും അധികാരികളും തമ്മിലുള്ള കരാറിന്റെ ഒരു ലംഘനമാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഈ പാകിസ്ഥാൻ അതിന്റെ പതനത്തിന്റെ പൂർത്തീകരണത്തിലോട്ടാണ് പാകിസ്ഥാൻ പോകുന്നത്. അവിടെ ജനങ്ങളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇവന്മാർ മാറിക്കഴിഞ്ഞു. ഇപ്പൊ അവിടത്തുള്ള ജനങ്ങൾക്ക് തോന്നിക്കാണും ഇന്ത്യ അത് പിളരണ്ടായിരുന്നു, ഇന്ത്യയിൽ നമുക്ക് നിന്നാൽ മതിയായിരുന്നു. കാരണം അവിടെ അത്രയ്ക്ക് വളരെയധികം വളരെയധികം ദയനീയാവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് തോന്നുന്നത് ഇത് കേട്ടിട്ട്? ഇന്ത്യക്ക് എന്തായാലും ഇതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല, പിന്നെ ഇടപെടേണ്ട ആവശ്യവുമില്ല. ഇത് അവസാനം എനിക്ക് തോന്നുന്നു ഇതൊരു ഹിറ്റ്ലറിന്റെ ഹോളോകോസ്റ്റ് ഒക്കെ പോലെ പോകുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവർക്ക് ചോദിക്കാനും പറയാനും അറിയില്ല. കേരളത്തിലെ സുഡാപ്പികൾ പോലും പാകിസ്ഥാനിലെ ഞങ്ങളെ ജനത മരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്ത് തോന്നുന്നു? ധനുഷ് പറഞ്ഞ ഈ ഇൻട്രോയ്ക്കകത്ത് ഒരു പോയിന്റാണ് എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യം. അതായത് നമ്മുടെ രാജ്യം ഇത്രയും ജനമുണ്ട്, 140 കോടി ജനമുണ്ട്. ഭീകര സംഘടനയ്ക്കും വിധ്വംസക സംഘടനകൾക്കും ഒരു പഞ്ഞവും നമ്മുടെ നാട്ടിൽ ഇല്ല. അടിച്ചു കുറെയൊക്കെ ഒതുക്കിയെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ട്. അവിടെ പലപ്പോഴും നമ്മുടെ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പട്ടാളത്തെ വിളിക്കൂ, മണിപ്പൂരിൽ പട്ടാളത്തെ വിളിക്കൂ, ഇവിടെ പട്ടാളത്തെ വിളിക്കൂ എന്നുള്ളത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ നമ്മുടെ പട്ടാളം ജനങ്ങളുടെ ഒരു കൂട്ടക്കുരുതി നടത്തിയിട്ടില്ല. നമുക്കറിയാം കാശ്മീരിലെ ചില ഇടങ്ങളൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സൈന്യത്തിന് വിമാനത്തിൽ കൊണ്ടുവന്ന് ബോംബിട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. സൈന്യം അങ്ങനെ കൂട്ടക്കുരുതി ചെയ്യില്ല.
അവരെ ജീവനോട് പിടികൂടുക എന്നുള്ളതാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. ഭീകരവാദികളാണെങ്കിലും അവരെ ജീവനോട് പിടികൂടുക. പക്ഷെ ജീവനോട് പിടികൂടാൻ അവരെ കിട്ടാറില്ലല്ലോ. കാരണം സൈന്യം ചെല്ലുമ്പോൾ അവർ വെടിയുതിർക്കും. സ്വാഭാവികമായും സൈന്യമാണല്ലോ, അവർക്ക് വേറൊന്നും ചെയ്യാൻ കാണില്ല. തിരിച്ചും മറുപടി വെടിയുണ്ട തന്നെ ആയിരിക്കും. നക്സലിന്റെ കേസിലും നമ്മൾ ചെയ്യുന്നത്, ഈ നക്സലുകളുടെ വാർത്ത നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ഒരു ചാനൽ കൂടിയാണ് നമ്മൾ. അപ്പൊ അതിൽ അവർ ചെയ്യുന്നത് ഈ മെഗാഫോൺ കൊണ്ടുപോയിട്ട് ഈ കേന്ദ്രങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യുകയാണ്, കീഴടങ്ങേണ്ടവർക്ക് കീഴടങ്ങാം, ഒന്നുകിൽ നിങ്ങൾ കീഴടങ്ങും അല്ലെങ്കിൽ ഞങ്ങളുടെ വെടിയുണ്ടയ്ക്ക് ഇരയാകൂ എന്നാണ് സൈന്യം അവരോട് പറയുന്നത്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. കാരണം നക്സലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളല്ല. കയ്യില് ബോംബും LED-കളും മറ്റേ ഈ സ്ഫോടക വസ്തുക്കളും ഒക്കെ ഉള്ള അതിമാരകമായ ഭീകരന്മാരാണ് അവന്മാര്. അപ്പൊ അവരുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴും, നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ വെടിയേറ്റ് മരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം കീഴടങ്ങാതെ സൈന്യത്തിനെതിരെ വെടിവെപ്പ് നടത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചു ചെയ്യുന്നത്. നമ്മുടെ സൈന്യം പട്ടാള ഭരണമാണ് ഇപ്പോൾ മണിപ്പൂരിൽ. അവിടെ സൈന്യം എവിടെങ്കിലും കയറി ബോംബിട്ടിട്ടുണ്ടോ? എവിടെങ്കിലും കയറി ആക്രമിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും കയറി ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി അതാണ്. ഇത് ജനം സാധാരണ ചോദിക്കുന്നത്, പട്ടാളത്തെ വിളിക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യും. പട്ടാളം വന്നാലും ലോ ആൻഡ് ഓർഡർ അവർ കൈകാര്യം ചെയ്യാറില്ല. കാരണം അത് അത്ര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. കാരണം പട്ടാളത്തിന് ഒറ്റ നീതിയേ ഉള്ളൂ, അത് അവരുടെ തോക്കാണ് അത് നീതി നടപ്പാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ അപ്പോഴും മാനുഷിക പരിഗണന നോക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. നമ്മൾ കണ്ടിട്ടുണ്ട് അനവധി വട്ടം നമ്മുടെ ജമ്മു കാശ്മീരിൽ നമ്മുടെ ജവാന്മാർക്ക് നേരെ ഈ വെള്ളിയാഴ്ചകളിൽ അവിടെ കല്ലെറിയും. ആ കല്ലെറിയുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ അതെല്ലാം സഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ജനം അവർ കല്ലെറിയുന്ന ആ കല്ലേറും കൊണ്ട് അവരവിടെ നിൽക്കുന്ന ചിത്രങ്ങൾ നമുക്ക് മറക്കാൻ കഴിയും. ഇന്നിപ്പോ കല്ലേറില്ല, അതൊക്കെ ആ നോട്ട് നിരോധനത്തോടു കൂടി തന്നെ കല്ലേറൊക്കെ അസ്തമിച്ചു. 500 രൂപയായിരുന്നു ഒരു കല്ലെറിയുന്നതിന് ഈ പള്ളി വിരിഞ്ഞ് കഴിയുമ്പോൾ വെള്ളിയാഴ്ച. ഇപ്പൊ ആ പരിപാടി ഇല്ല. അതായിരുന്നു ഇപ്പൊ ഇല്ലത്. 2024 നമ്മൾ ഈ അമിത്ഷായുടെ പുതിയ ഒരു ഇത് വന്നിരുന്നല്ലോ. അമിത്ഷായുടെ ഈ വർഷം ഒരു സാധനം നമ്മൾ ഒരു ഇത് പ്രത്യേക സ്പെഷ്യൽ വാർത്ത നമ്മൾ ചെയ്തത്. അതിനകത്ത് 2024 ആയപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ ഇല്ല. അതോടൊപ്പം വേറൊരു ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഈ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങ് വലിയ ഘോഷയാത്രയൊക്കെ ആയിട്ട് കൊണ്ടുപോയി വലിയ സംഭവങ്ങളായിരുന്നു. അതും ഇപ്പൊ ഇല്ല. ആ രണ്ട് കലാപരിപാടികൾ നിന്നു. പക്ഷെ നിൽക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാമെങ്കിൽ നമ്മുടെ പട്ടാളക്കാരൊക്കെ ധാരാളം പേര് ഈ ഏറ് കൊണ്ടിട്ടും അതെല്ലാം സഹിച്ചു നിൽക്കുന്ന കാഴ്ചയുണ്ട്. എത്രയോ പട്ടാളക്കാരുടെ ദേഹത്തുനിന്ന് രക്തം പൊടിയുന്ന കാഴ്ചയുണ്ട്. എന്താ അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അതിനുശേഷമുള്ളൊരു ചിത്രമാണ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതായത് ഈ കല്ലെറിയുന്ന ഒരുത്തനെ പട്ടാളം അവരുടെ ജീപ്പിന്റെ ഫ്രണ്ടിൽ കെട്ടിവെച്ചിട്ട് ആ ജീപ്പ് ഓടിച്ച് പട്ടാളം പോകുന്നു. ഇനി എറിയടാ കല്ലെന്ന് പറഞ്ഞ രീതിയിൽ പോകുന്ന ഒരു ദൃശ്യം അതൊരു വലിയ പോയിന്റ്. ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ്, അത് എന്ത് ഇമ്പാക്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത്. നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭാഗത്തിന് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിൽ തന്നെ എന്ത് വിമർശനങ്ങൾ ആ ചിത്രം നേടി. ഇങ്ങനെ ദുഷ്ടന്മാരാണോ ഇത്, മനുഷ്യാവകാശം ഇതല്ലേ ആ പൗരന്റെ ഇത് നോക്കണ്ടേ? കല്ലെറിഞ്ഞവനെയാണ്. കാരണം ഈ പട്ടാളത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവന്റെ ആളെ തന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് പട്ടാളം പോകുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, പിന്നെ അവന് മാനുഷിക പരിഗണനയില്ല, അവൻ അതില്ലേ, മണ്ണാങ്കട്ടയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇന്നതൊന്നും ചോദിക്കത്തില്ല. ഇന്ന് പട്ടാളം തീർത്തില്ല എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം അതാണ് നമ്മുടെ സൈന്യത്തിന്റെ. അങ്ങനെ പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ പല രാജ്യത്തും കണ്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ സ്വച്ഛാധിപതികളായിട്ടുള്ള പിന്നെ ഭരണാധികർത്താക്കൾക്കാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ മധുരമനോജ്ഞ ചൈന, ചങ്കിലെ ചൈന ടിയാൻമെൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളല്ലേ ടാങ്ക് കെട്ടിക്കൊന്നത്. ഓർമ്മയില്ലേ ടിയാൻമെൻ സ്ക്വയറിൽ കൊന്നത്? അവിടെ ഒരു വർഷം മുമ്പ് എനിക്ക് നമ്മളടക്കം വളരെ കുറച്ച് മാധ്യമങ്ങളെ നൽകിയുള്ളൂ. അവിടെ ഈ സാമ്പത്തിക ക്രൈസിസ് വന്നപ്പം ചൈനയിലെ ബാങ്കുകൾക്ക് ഫ്രണ്ടിൽ അവിടുത്തെ പൈസ ഇട്ട സാധാരണപ്പെട്ടവരുടെ ഒരു ബഹളം നടന്നു അവിടെ. പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. അവർ ജീവനോട് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് പിന്നെ ചൈനീസ് വാർത്തകൾ ഒരു മാധ്യമത്തിനും കിട്ടാറില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ചെറുതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത്. അങ്ങനില്ലേ? അപ്പൊ സ്വന്തം ജനത്തെ തന്നെ പൂർണ്ണമായി ഉയ്ഗൂറുകൾ തടവറയിലല്ലേ ഇപ്പോഴും? അവരെ വന്ധ്യംകരിച്ചിട്ടില്ലേ അവിടെ? ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ രാജ്യവും മറ്റുള്ള രാജ്യവും നമ്മൾ താരതമ്യം ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ പാകിസ്ഥാൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ പലപ്പോഴും ഈ ഏകാധിപതികൾ അവിടെ ഭരിച്ചിട്ടുണ്ട്, പട്ടാള മേജർമാരവിടെ ഭരിച്ചിട്ടുണ്ട്. സിയാഹുൽ ഹക്ക് ആയാലും പർവേസ് മുഷാറഫ് ആയാലും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. മുനീർ വരുമ്പോഴേക്കും അത് കൂടുതൽ എന്താണ് പറയുന്നത്, എന്റെ സ്വന്തം, അതായത് മുനീറിന്റെ സ്വന്തം രാജ്യം എന്ന നിലയിലേക്കാണത് പോകുന്നത്. മുനീറിനെ നമുക്കറിയാം. മുനീറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മതപണ്ഡിതന്റെ മകനാണ്. ഇദ്ദേഹവും ഒരു മതപ്രഭാഷണം നടത്താൻ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് തീവ്രവാദികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീടാണ് ഇദ്ദേഹത്തിന് ഈ സൈന്യത്തിൽ ഉന്നത പദവികളും മറ്റുമൊക്കെ ലഭിക്കുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം, എനിക്ക് 3-4 ദിവസം മുമ്പ് ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടുത്തെ ഈ ഭീകരന്മാർക്കിടയിൽ തന്നെ പാകിസ്ഥാൻ സർക്കാരിനോട് വലിയ താല്പര്യക്കുറവുണ്ട്.
കാരണം അവർ നോക്കുമ്പോൾ ഈ ഭീകരന്മാരുടെ നേതാക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്, പകരം ഇവരുടെ തന്നെ ആളുകളെ ഖൈബർ പഖ്തൂൺ മേഖലയിലും ബലൂച്ച് മേഖലയിലും ഒക്കെ കൊല്ലുന്നുണ്ട്. ഭീകരന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇവരെല്ലാം അവരുടെ തന്നെ അണികളുടെ പിന്നെ പല വേർഷൻസ് ആണ്, പല ഭാഗങ്ങളാണ്. അപ്പൊ അവര് പിന്നെ ഈ കൊന്നൊടുക്കുന്നതിനെതിരെ ഈ ഭീകരന്മാർക്ക് ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്തവും കുന്തവും ഇല്ലാതെ ഒരു സമൂഹത്തിന് ഒരു ഗ്രാമത്തിലും കൊണ്ടുവന്നിട്ട് ഷെല്ലിംഗ് നടത്തുക. അത് ലോകത്ത് തന്നെ ഈ ക്രൂരന്മാരായ ഏകാധിപതികളുടെ രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന, അവിടെ കൊണ്ടുവന്ന് ഒരു ഗ്രാമത്തിലേക്ക് ഷെല്ലിംഗ് നടത്തുകയാണ്, ബോംബിംഗ് നടത്തുകയാണ്, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തുകയാണ്. അങ്ങനെ ഒരു ജനത്തെ മുഴുവൻ അവിടുന്ന് പലായനം ചെയ്യിക്കുന്നു, ഒരു ജനത്തെ മുഴുവൻ കൊന്നൊടുക്കുന്നു. അതിന്റെ ഒരു ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, നമ്മൾ കണ്ടതാണ്. ഒരാഴ്ചക്ക് മുമ്പ് ധനുഷ് തന്നെയാണ് അത് പറഞ്ഞത്. അവിടുത്തെ ഒരു മുസ്ലിം മതപണ്ഡിതൻ പറയുന്നു, നാളെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് ഞങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും, കാരണം ഞങ്ങളുടെ ആളുകളെ ഈ പാകിസ്ഥാൻ ദ്രോഹിക്കുന്നത് പോലെ ഹിന്ദു ഒരിക്കലും ഞങ്ങളെ ദ്രോഹിക്കത്തില്ല എന്ന് അയാൾ പറയേണ്ട അവസ്ഥയിൽ എത്തിച്ചത് എന്തുകൊണ്ടാണ്? അത് പാകിസ്ഥാനിൽ നടക്കുന്ന ആ വിഷയങ്ങൾ കൊണ്ടാണ്. അവിടുത്തെ ജനം ഇല്ലേ തന്നെ അവിടെ തൊഴിലില്ലായ്മ, ഭക്ഷ്യക്ഷാമം, വലിയ വിലക്കയറ്റം, ഇതിലൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇപ്പൊ സ്വന്തം ജനത്തെ തന്നെ കൊന്നു, അത് എതിർ ശബ്ദങ്ങളെ കൊന്നെടുക്കുക എന്നുള്ളത്. മോദിയെ കുറിച്ച് നമ്മൾ പലതും പറയും, അദ്ദേഹം ക്രൂരനാണ് എന്തൊക്കെ, പക്ഷെ ഇന്ന് വരെ എതിർ ശബ്ദങ്ങളെ അദ്ദേഹം എവിടെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു BJP-കാരൻ പോലും രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ കല്ലെറിഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പിന്നെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ പിന്നെ കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, എന്തിനേറെ SDPI-കാരൊക്കെ ശികാന്തം ഇവിടെ വിമർശിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പോഴും സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ ഈ രാജ്യത്ത് പോകുന്നില്ലേ? ഇതാണ് യഥാർത്ഥ ജനാധിപത്യം. പക്ഷെ അവിടെ അങ്ങനെയല്ല. ആ സർക്കാരിനെതിരെ തിരിയുന്നവരെ അപ്പോഴേ ഇല്ലാതാക്കുകയാണ്. ഇനി ആ തിരിയുന്നവരുടെ ഗ്രാമം പോലും ചുട്ടുചാമ്പലാക്കുകയാണ്. അങ്ങനെ ആ നിരാലംബരായിട്ടുള്ള, ഇവിടെയാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ടത്, ഗർഭിണി, കുട്ടികൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്. അവരെല്ലാം ഇന്ന് തെരുവിൽ എവിടെയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. മുമ്പ് നമ്മൾ ഇത് അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. അമേരിക്ക ചറവറ എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടപ്പോൾ നമ്മൾ ഈ കാഴ്ച കണ്ടതാണ്. പലയിടത്തും നമ്മൾ ഈ കാഴ്ച കാണുന്നതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യമാണ്. അങ്ങനെ പാകിസ്ഥാൻ സ്വയം തകരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാക് അധിനിവേശ കാശ്മീരിലെ പ്രക്ഷോഭത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതിന് തൊട്ട് പല ദിവസം നമ്മൾ ഖൈബർ പഖ്തൂൺ മേഖലയിലെയും ബലൂചിസ്ഥാനിലെയും വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്, സിന്ധ് പ്രവിശ്യയിലും പഞ്ചാബ് പ്രവിശ്യയിലും അടക്കം വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. ഇപ്പൊ ആ പ്രക്ഷോഭം കലാപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. അതായത് അവിടുത്തെ ജനം തെരുവിലിറങ്ങിയിരിക്കുന്നു, കാരണം അവർക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു, കാരണം ജീവൻ പോലും ഇല്ല. കാരണം ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവന്റെ നേരെ ഷെല്ല് കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ജനത്തിൽ തെരുവിലിറങ്ങാതെ വേറെ മാർഗമില്ല. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ അവൻ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ലഹള. അതായത് ഇവിടെ ഓരോരുത്തർ സ്വപ്നം കാണുന്ന ജെൻസി, ആ ജെൻസിയാണ് ഇപ്പോൾ. പക്ഷെ പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ ജെൻസി മാത്രമല്ല, സാധാരണ ഈ ജെൻസി നമ്മൾ അതിന് പേര് കൊടുക്കുന്നത് അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടും യുവാക്കളായതുകൊണ്ടുമാണ് ജെൻസി. അവർ ഫുള്ളി ജെൻസി അല്ല, ഇവരുടെ പിന്നിൽ മുതിർന്ന ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ കുറെ വിധ്വംസ പ്രവർത്തകരും തീവ്രവാദികളൊക്കെ കാണും. പക്ഷെ പാകിസ്ഥാനിൽ പിന്നെ ഏതാണ് തീവ്രവാദി, ഏതാണ് നല്ല ആൾക്കാരോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഏതായാലും ജനം തെരുവിലിറങ്ങുന്നുണ്ട്. സാധാരണപ്പെട്ടവരും വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഒക്കെ തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറുന്നുണ്ട്. അതായത് മുനീറിന് ഇനിയിപ്പോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുനീറിന് ഇപ്പൊ തൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു അണുബോംബിന്റെ പരീക്ഷണം നടത്തണം. അങ്ങനെ ലോകത്തെ ഞെട്ടിക്കുന്നല്ല, പാക് ജനതയെ ഞെട്ടിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നൊന്ന് ചൊറിയുക, ഇന്ത്യ തരുന്നത് മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക, അപ്പം ഒരു ശാന്തത കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കണക്ക് സ്വന്തം ജനത്തിനെ കൊന്നൊടുക്കേണ്ടി വരും. അതായത് തന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ജനത്തിന്. ഇപ്പോഴൊക്കെ ഈ പാകിസ്ഥാന്റെ ലേറ്റസ്റ്റ് ഈ വ്ളോഗറല്ല, അവരുടെ റിയാക്ഷൻസ് വീഡിയോസ് ധനുഷ് കാണാറുണ്ടോ? അതിനകത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനിയൊരു യുദ്ധം നടന്നാൽ എന്ത് സംഭവിക്കുന്നു? അവർ പറഞ്ഞ് ഇനിയൊന്നും നടന്നാൽ ഇന്ത്യ ചുരുട്ടി കെട്ടുമെന്ന് പാകിസ്ഥാൻ. അവന്മാര് തന്നെ പറയുക. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് അവന്മാര് പറഞ്ഞിരുന്ന റിയാക്ഷൻ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ അണുബോംബിട്ട് മൊത്തം നശിപ്പിക്കുമെന്ന് പറഞ്ഞമാര് അവിടുത്തെ യൂത്തും അവിടുത്തെ ജനവും ഇപ്പൊ പറയുന്നത് അറിയാം. ഇനി ഇന്ത്യയായിട്ട് കയറി മുട്ടാൻ പോയി കഴിഞ്ഞാൽ അവന്മാർ ഇവിടെ നിന്ന് നമ്മളെ കുറിച്ച് ചുരുട്ടിക്കൂട്ടി കെട്ടും, തകർത്ത് കളയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതേ രീതിയിലാണ്. ഏതായാലും പാകിസ്ഥാൻ സ്വയം തകരുന്നതിന്റെ വക്കിലാണ്. ഇനി എന്താണ് മുനീർ കാണിക്കാൻ പോകുന്ന അഭ്യാസം എന്നുള്ളതാണ് ലോകം ശ്രദ്ധിക്കുന്നത്. കാരണം മുനീറിന് ഇത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സമാധാനത്തിനോ ചർച്ചയ്ക്കൊന്നും അദ്ദേഹം പോകാൻ സാധ്യതയില്ല. പകരം എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്.